ഈ നവംബർ ആകുമ്പോഴത്തേക്കും 19 വയസ്സൊക്കെ ആയില്ലേ, ഒരു 30 ആയില്ലേ കഴിഞ്ഞോ അല്ല നമുക്ക് 30 നിർത്താം ആയില്ലേ. ഇപ്പൊ ഒരു കുടുംബവും ഫാമിലി ഒക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റിൽ ചെയ്യണ്ടേ. എന്താണ് എന്റെ മൈൻഡ് വോയിസ് പറയണോ അതോ അല്ല ശരിക്കും മൈൻഡ് വോയിസ് വേണ്ട, ശരിക്കും പറഞ്ഞ അല്ല മൈൻഡ് വോയിസ് പറയും, അതായിരിക്കും ബെറ്റർ. മൈൻഡ് വോയിസ് ആയിട്ട് എന്റെ ഒരു ഇമേജിന് അതാണ്. അത് വേണമെങ്കിൽ ക്യാമറ ഓഫ് ചെയ്തിട്ട് പറയാം. അല്ല ബേസിക്കലി ഞാനിങ്ങനെ സന്തോഷമായിട്ട് നടക്കുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ എന്നായിരിക്കും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഐ മീൻ അത് സമയമാകുമ്പോ നടക്കും, കല്യാണമൊക്കെ സമയമാകുമ്പോ നടക്കും, സമയമുണ്ടല്ലോ. അല്ല ഈ ഒരു ചോദ്യം എപ്പോഴും ഫേസ് ചെയ്യാൻ ഒരുപാട് എനിക്ക് അച്ഛന്റെ അമ്മയുടെയും കാര്യത്തിൽ പാവം തോന്നും. അവരെല്ലാം നാട്ടിലുള്ള അവർക്ക് എവിടെ പോയാലും അവരാണ് കൂടുതലും ഇവിടുത്തെ ഫംഗ്ഷൻസിൽ അറ്റൻഡ് ചെയ്യുന്നത്, കൂടുതലും ആൾക്കാരെ കാണുന്നത്, ഇവിടത്തെ ആൾക്കാരെ കാണുന്നത്. അപ്പൊ അത് അവര് ഒരുപാട് അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പൊ എനിക്ക് അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രം പാവം തോന്നുന്നുണ്ട്. അത് പക്ഷേ ഐ ഡോണ്ട് സി, ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ 30 years വരെ ഞാൻ വെയിറ്റ് ചെയ്തു, 31 years വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഇനി കല്യാണം കഴിക്കുമ്പോ ഇനി ഒരു നല്ല ആളെ നോക്കിയിട്ട് മനസ്സിന് കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ട് മാത്രം കല്യാണം കഴിക്കാം. എന്താ ഒരു ഡു യു ഹാവ് എനി എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹൗ ഹി ഷുഡ് ബി, അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടും കാര്യമില്ല എന്നുള്ള കാര്യം. എങ്ങനത്തെ ആളാണ് വരുന്നത് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോ നമ്മൾക്ക് വേണ്ടതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളായിട്ടായിരിക്കും നമ്മള് ജെല്ലായിട്ടുണ്ടാവും. അപ്പം എനിക്ക് അങ്ങനെയൊന്നും ആലോചിച്ച് കുഴപ്പിക്കാൻ താല്പര്യമില്ല. ബട്ട് ലെറ്റ്സ് സീ, സമയമാകുമ്പോൾ. നോ അബ്സല്യൂട്ട്ലി. അങ്ങനെയാണെങ്കിൽ എന്നോട് ഒരു ഫുഡ് ചലഞ്ചിന് റെഡിയാണോ? ഇതൊന്നും ഇരിക്കുന്ന കണ്ടിട്ട് ഒരു കുബൂസ് ആദ്യം കഴിച്ചു തീർക്കുന്നു. ശരിക്കും ചലഞ്ചാണ്. കഴിച്ചു തീർത്തോ? ഞാൻ നോക്കിയിരിക്കാം. അത് പറ്റില്ല, എനിക്ക് പറ്റില്ല, എന്റെ മുഖമൊക്കെ വൃത്തിയിടാവും, എനിക്ക് പറ്റില്ല. സോറി, ഈ കാര്യത്തില് ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ ഫുഡിന് ഞാൻ ഭയങ്കര ഫുഡിയാണ്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ക്യാമറയൊക്കെ ഓണാക്കി വെച്ചിട്ട് എനിക്ക് ഏറ്റവും പ്രശ്നമുള്ള പരിപാടി എന്താ പറയുക, കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് മറ്റേ ക്യാമറ ഇട്ട് വരുമല്ലോ. എനിക്കാണെങ്കിൽ സദ്യയൊക്കെ കഴിക്കുന്നതിന് അതിനൊരു എന്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണാൻ പാടില്ലാത്ത സ്റ്റൈലാണ്. എനിക്ക് എല്ലാ കറിയും മിക്സ് ചെയ്തിട്ട് ചോറിൽ കുഴച്ച് കഴിക്കണം. അപ്പൊ എന്നാലും അതിനൊരു സന്തോഷം ഉണ്ടാവും, സമാധാനം, സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ക്യാമറയൊക്കെ ഓണാക്കി വെച്ച്